പക്ഷേ ഈ വർഷത്തിലെ ഈ ഒരു സമയമാണല്ലോ, അപ്പം നാളുകളെല്ലാം നല്ലത് തന്നെയാണ്, ഒരു നാളും മോശമില്ല. ചിലർ പറയുന്നത് ശനിയാഴ്ച ഒന്നിനും എടുക്കില്ല, കൊള്ളല്ല, അത് ശരിയല്ല. അത് ശനിയാഴ്ച നമ്മൾ അങ്ങനെ അവഗണിച്ച് കളയാൻ പാടില്ല. ശനിയാഴ്ച നമ്മൾ ആരാധിക്കണം. പിന്നെ സംഖ്യകൾ, ചില സംഖ്യയുണ്ട്, ആ സംഖ്യകൾ നമ്മൾ എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല, ആ സംഖ്യകളെ ഒഴിവാക്കണം. ചിലർ ചില നല്ല കാര്യങ്ങൾ നടത്തുമ്പോൾ ചില സംഖ്യകൾ നോക്കത്തില്ല. ഈ ദിവസം കുഴപ്പമില്ല, കൊള്ളാം, നന്നായിരിക്കും, പക്ഷേ അത് വളരെ തെറ്റാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അത് എൻ്റെ ഉള്ള രഹസ്യമാണ്. അത് എൻ്റെ അടുത്ത് വരുന്നവർക്കേ അത് പറയുള്ളൂ. പിന്നെ നാളുകാർ എല്ലാ നാളും നല്ലത് തന്നെ, നാളിനൊരു മോശവുമില്ല. മനസ്സിലായി? അതിനകത്തൊരു വിഷയമായിട്ടില്ല. നമ്മളുടെ ഗ്രഹത്തെ, നമ്മുടെ ജനനത്തിന്റെ സമയത്തിന്റെ കാര്യങ്ങൾ അതായത് സമയങ്ങളിൽ നമ്മളൊരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജാതകം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് എൻ്റെ ഒരു ഫീസും ഇല്ലാതെ പറയുന്ന ഒരു വലിയ കാര്യമാണെന്ന് കരുതിക്കോണം. കാരണം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ മതക്കാരും വരുന്നുണ്ട്, അവിടെയൊക്കെ നാളും ഗ്രഹനിലയൊക്കെ പറയുന്നത്. ഞാൻ പറയാം, ഗ്രഹനില നാളൊന്നും വേണ്ട, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ എങ്കിലും ഞാൻ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ജന്മസമയം കൃത്യമായിട്ട് അറിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം. ശരിയായ സമയമാണോ? നേഴ്സ് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി പ്രസവിച്ചിട്ട് നേഴ്സ് ഇങ്ങോട്ട് ഡോക്ടറെ വിളിച്ച് അത് ഇങ്ങോട്ട് എടുത്തേരാ, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രാഥമികമായിട്ട് എടുത്തേരാ എന്ന് പറയുമ്പോൾ നേഴ്സ് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഇത് എഴുതാൻ നിൽക്കുന്ന എഴുതാൻ നിൽക്കുന്ന നേഴ്സ് എന്തെങ്കിലും കാരണത്താൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. ഇതിനകത്ത് ഒരു സെക്കൻഡ് പോലും വിലയുള്ളതാണ്. അപ്പം ആ നേഴ്സ് അകത്തുനിന്ന് നടന്ന് ഇവിടെ വരുമ്പോൾ ഉള്ള സമയം അവർ ചിലപ്പോൾ മനുഷ്യരാണ്, പറഞ്ഞിട്ടില്ല. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ജനന സമയം കൃത്യമാണോ, ആ തീയതി കൃത്യമാണോ, ആ നാള് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ജാതകം എടുക്കുന്നവരെ ചെന്നിട്ട് ആ ജാതകം എടുത്തിട്ട് നിങ്ങൾ നോക്കണം. ഈ പക്കനാള്, ഇതിന്റെ പക്കനാള് വരുന്നുണ്ട്, ഈ നാളുകൾക്ക് പക്കനാള് വരുന്നുണ്ട്. ആ പക്കനാൾ, ആ സമയങ്ങളിൽ ഏതാണ് ശരി ഏതാണ് ദോഷം എന്നുള്ള വ്യക്തമായിട്ടുള്ള. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ പക്കനാളിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ഏത് ദൈവമാണോ അതിനകത്ത് കാണിച്ചിരിക്കുക ആ ദൈവത്തിന് പോയി നിങ്ങൾ, അത് ഓരോ നാളിന് പറയുന്നുണ്ട്, അത് പോയി നിങ്ങൾ കൃത്യമായിട്ട് യഥാവിധി നിങ്ങൾ വാരിക്കോരിക്കൊണ്ട് ഭഗവാന് കൊടുക്കാൻ ഭഗവാൻ പറയുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന.